തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ മരിച്ച കൊല്ലം പന്മന സ്വദേശി വേണുവിന്റെ കുടുംബത്തെ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഇപ്പോൾ സന്ദർശിക്കുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. ഹോസ്പിറ്റലല്ലേ കുഴപ്പമില്ല, ഞാൻ പോയി വാങ്ങിച്ചില്ല. ഞാനും പോയി വാങ്ങിച്ചിട്ടുണ്ട്, ഒറ്റയ്ക്കുള്ളായിരുന്നു അവിടെ. എന്നിട്ട് ഇപ്പം മീഡിയ വന്ന് വന്നപ്പോൾ അവർ പറയുന്നു എത്തിക്കാൻ 24 മണിക്കൂർ കഴിഞ്ഞു. രാത്രി 2 മണിക്ക് ആ സമയത്താണ് എന്നോട് പറഞ്ഞത്. തൊട്ടടുത്ത ദിവസം 8:30 അഡ്മിറ്റ് ചെയ്ത ഒരു പേഷ്യന്റിനെ അവിടെ അഡ്മിറ്റ് ചെയ്യാൻ വൈകി എന്ന് പറഞ്ഞു. അതെങ്ങനെയാ വൈകുന്നത്? എന്നിട്ടും ഈ കൊല്ലത്തുനിന്ന് വിടുന്നത് ഈ പേഷ്യന്റ് ക്രിറ്റിക്കൽ ആണ് എന്ന് പറഞ്ഞു. ഒരു ആംബുലൻസ് ഞാൻ കാശ് കൊണ്ടാണ് ആംബുലൻസ് വിളിച്ചു പോകുന്നത്. എന്നിട്ടും അവർ പറയുന്നു ടൈം വൈകി പോകുന്നു. എന്നിട്ട് എന്തുകൊണ്ട് അവർ എക്കോ എടുത്തില്ല, ആൻജിയോഗ്രാം ചെയ്തില്ല. തിങ്കളാഴ്ച നല്ല തലവേദനയാണെന്ന് പറയുമ്പോൾ സിസ്റ്റർ പറയുന്നു അവിടെ പോയിട്ട് നിങ്ങൾ ഇപ്പോഴല്ലേ വന്നത്, ഡോക്ടർ വന്ന് നോക്കട്ടെ എന്ന് പറയുന്നു. വീണ്ടും തലവേദന വരുന്ന കൈക്ക് പെരുപ്പിൽ ഞാൻ വീണ്ടും ചെന്ന് പറഞ്ഞു ഈ പേഷ്യന്റ് നേരത്തെ സ്ട്രോക്ക് വന്നിട്ടുള്ള ഒരു പേഷ്യന്റാണ്, തീരെ വയ്യ, തലവേദന എടുക്കുന്നത്, സംസാരത്തിനൊരു കുഴച്ചിലുണ്ട് എന്ന് പറഞ്ഞപ്പം അവർ പറഞ്ഞു എന്നാൽ അവിടെ പോയിട്ട് ഡോക്ടറെ വിളിക്കാം. അവർ എന്നിട്ടും വിളിക്കുന്ന ഡോക്ടറെ വിളിച്ചിട്ട് ഡോക്ടർ വന്നിട്ട് നോക്കുന്നു, ECG എടുത്ത് നോക്കി, എല്ലാം നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾ കഴിക്കുന്ന ഒരു ഗുളിക ചേഞ്ച് ചെയ്ത് തരാം, ആ ഒരു ഗുളിക ചേഞ്ച് ചെയ്യും തലവേദന മാറും. അങ്ങനെ ആ ഗുളിക ചേഞ്ച് ചെയ്തു, വീണ്ടും ടാബ്ലറ്റ് ഇരുന്നു. ഡോക്ടർ തലവേദന മാറിയില്ല. എന്നിട്ടും ആ ഡോക്ടറിന്റെ പേര് അഭിഷേകനാണ്. ഡോക്ടർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ മരിച്ച വേണുവിന്റെ വീട്ടിൽ ഇപ്പോൾ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല സന്ദർശനം നടത്തുകയാണ്. ചവറയിലെ മുൻ MLA ഷിബു ബേബി ജോണും അദ്ദേഹത്തിനൊപ്പമുണ്ട്. ഇപ്പോൾ ഈ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി അരുൺ രാജ് ചേരുകയാണ്. അരുൺ രാജ്, വിശദാംശങ്ങൾ. അരുൺ രാജ്, ഇപ്പോൾ ഈ വീട്ടിൽ ഇവർക്കൊപ്പം രമേശ് ചെന്നിത്തല, ഷിബു ബേബി ജോൺ തുടങ്ങിയവർ മരിച്ച വേണുവിൻ്റെ ഭാര്യയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവിടെ നിന്ന് സംസാരിക്കുന്നതിന് അരുൺ രാജിന് അല്പം ബുദ്ധിമുട്ടുണ്ട്. ഏതായാലും ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നേരിട്ട അവഗണന, അനാസ്ഥ അതൊക്കെ എണ്ണി പറയുകയാണ് വേണുവിന്റെ ഭാര്യ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.